ഇന്ന് നമ്മുടെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഞാനങ്ങനെ വ്ളോഗ് എടുക്കണം, വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചൊന്നുമല്ല ഞാനിപ്പോൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണല്ലോ ടൈമൊക്കെ. പിന്നെ ഇങ്ങനെ പുറത്തിങ്ങനെ പോയി എടുക്കാനുള്ള, എന്നും ഈ പുറത്ത് പോയിട്ട് എന്തെടുക്കാൻ, എനിക്കാണെങ്കിൽ മേടിക്കാനുള്ള സാധനങ്ങൾ, അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. സോ അധികമൊന്നും വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഈ വ്ളോഗ്സിൻ്റെ എണ്ണയൊക്കെ അങ്ങ് കുറഞ്ഞിട്ട് കുറച്ച് ട്രാൻസിഷൻ വീഡിയോ അല്ലെങ്കിൽ പുറത്തിങ്ങനെ പോകുന്ന വീഡിയോസിൻ്റെ ഒരു ഇത് ഞാൻ മ്യൂസിക്കൊക്കെ ഇട്ട് ആഡ് ചെയ്തിട്ട് ഇടുന്നത് കേട്ടോ. എനിക്ക് വരുന്ന നെഗറ്റീവ്സൊക്കെ എത്ര നാൾ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമോ അത്രയും നാൾ ഞാൻ ജീവിക്കും. ഇതൊക്കെ താങ്ങാൻ പറ്റാതെ ആവുന്ന ആ ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഞാൻ ഈ ഒരു എനിക്ക് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കേണ്ട വന്നപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ചെടുത്തതാണ്. ലൈഫിൽ ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി എങ്ങനെയെങ്കിലും ഒന്ന് മെൻ്റലി സ്റ്റേബിൾ ആവണം, അല്ലെങ്കിൽ ഫിസിക്കലി ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവണം എന്നൊക്കെ ഞാൻ കുറേ പരിശ്രമിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾക്ക്. പക്ഷെ ഞാൻ എവിടേക്കോ അവിടുത്തെ ഞാൻ പരാജയപ്പെട്ടതേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ വിജയിച്ചിട്ട് എന്തെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പോഴും പരാജയപ്പെട്ട് തന്നെയാണ് നടക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു നാളിൽ നമുക്ക് ഒരു നല്ലൊരു ലൈഫ് കിട്ടും, അല്ലെങ്കിൽ നമുക്കൊന്ന് സ്റ്റേബിൾ ആവാൻ പറ്റും എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ഒക്കെ ഉണ്ടല്ലോ. ഞാൻ കുറച്ച് നാളും കൊണ്ടല്ല കേട്ടോ, കുറേ നാളും കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ്സ് വരും, പോസിറ്റീവ്സ് വരും, അതുപോലെ തന്നെ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് പേര് വരും, നമ്മളെ അകന്ന് തീർന്ന് കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരും ഒക്കെ വരും. പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് നേരിടണം. അപ്പോൾ ഇത്രയും നാൾ എങ്ങനെയാണോ എൻ്റെ ലൈഫിൽ സംഭവിച്ചത് അതൊന്നും ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ മാക്സിമം ശ്രമിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾ ഭൂരിഭാഗം പേരും കണ്ടിട്ടുള്ളത് ഞാൻ എന്തെങ്കിലും ചെറിയൊരു എനിക്കെന്തെങ്കിലും സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് പെട്ടെന്ന് കരഞ്ഞ്, അല്ലെങ്കിൽ ഞാനത് സങ്കടത്തോടെ നിന്ന് വീഡിയോ പറയുന്നതായിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പം ഞാൻ എന്തെങ്കിലും എനിക്ക് നെഗറ്റീവായിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഞാനതിനെ ടൈം എടുത്ത് ഹീലായതിന് ശേഷമാണ് ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ വരാറ്. കംപ്ലീറ്റ്ലി ഹീലായിട്ടല്ല, പക്ഷേ സ്റ്റിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് സമാധാനമായിട്ടിരുന്ന് ഒന്ന് ആലോചിച്ച് ഒക്കെ ആയിരിക്കും വീഡിയോയുടെ മുമ്പിൽ വരിക. എന്തുണ്ടെങ്കിലും ഈ കരഞ്ഞ് റിയാക്ട് ചെയ്യണേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മൾ കുറച്ച് സമയമൊക്കെ എടുത്ത് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് അതൊക്കെ ഒന്ന് ഹീൽ ചെയ്തെടുക്കുമായിരിക്കും ഏറ്റവും ബെറ്റർ. രാവിലെ ഒരു സിനിമയൊക്കെ ബുക്ക് ചെയ്ത് സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ആളുകൾക്ക് ശേഷമാണ് സിനിമയ്ക്ക് പോകുന്നത്. നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ പുതിയൊരു ഹൊറർ മൂവിയിൽ അതായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ, ഇഷ്ടപ്പെട്ടു. തിരിച്ച് വീട്ടിലോട്ട് പോരാൻ നേരത്ത് എന്തായാലും ഒന്ന് പുറത്തിറങ്ങിയതല്ലേ, എന്നാൽ പിന്നെ ലിഡിലൊക്കെ കയറി എന്തെങ്കിലും മേടിക്കാനുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് പോയേക്കാന്ന് വിചാരിച്ചൊന്ന് കയറിയതാണ്. ജസ്റ്റ് എനിക്ക് തേര് മാത്രമേ മേടിക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതും ഇതൊക്കെ നോക്കി വന്നപ്പോഴേക്കും അത്യാവശ്യം എന്തൊക്കെയോ ഞാൻ മേടിച്ച് കൂട്ടി കേട്ടോ. എനിക്കിവിടെ അടുത്ത് ലിഡിലുണ്ട്, പാമ്മയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിൽ കയറും. എവിടെയോ ഓഫർ ഉള്ളതെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. കാർഡ് ഉണ്ടെങ്കിലാണ് ഓഫറൊക്കെ വർക്കാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. പാമ്മയിൽ എനിക്ക് അങ്ങനെ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മളൊരു ഷോപ്പിലോട്ട് കയറുമ്പോൾ അതും ഇതൊക്കെ മേടിച്ചു കൂട്ടാൻ തോന്നും. പക്ഷെ നമ്മുടെ കണ്ണൊന്നും അതിനകത്ത് പെടരുത് എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. എങ്കിലും അവിടെ ഇവിടെ ഒന്ന് കണ്ണ് കൊളത്തി പോകട്ടോ. നാട്ടിൽ വെച്ച് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെ അഡിക്റ്റഡോ അല്ലെങ്കിൽ അങ്ങനെ മേടിച്ച് കഴിക്കുന്നയോ ഒരാളേ അല്ലായിരുന്നു കേട്ടോ ഞാൻ. ഇവിടെ വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരെണ്ണമുണ്ട്. അത് തന്നെ ഇങ്ങനെ തീരുമ്പോൾ മേടിച്ച് തിന്നുന്നത് ഇപ്പോൾ ഒരു ശീലമായി മാറിയേക്കാണ്. പൊതുവേ പച്ചക്കറി കഴിക്കുന്നത് ഭയങ്കര കുറവാണ്. പിന്നെ നമ്മുടെ മലയാളി സ്റ്റോറിൽ എന്തെങ്കിലും പച്ചക്കറി വരുമ്പോഴായിരിക്കും ഞാൻ പച്ചക്കറിയൊക്കെ മേടിക്കുക. അല്ലാതെ ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ്, സവാള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ മേടിക്കുക. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അതായത് ക്രിസ്മസ് ട്രീ മേടിക്കുന്നതും അതുപോലെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ, ഒത്തിരി മിഠായികൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പാമയിലാണെങ്കിലും ലിഡിലാണെന്നുണ്ടെങ്കിലും സെൽഫായിട്ട് ബില്ല് ചെയ്യണ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സെൽഫായിട്ടാണ് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്കാൻ ചെയ്ത് എത്രയാണോ പേയ്മെൻറ്റ് വരുന്നത് അത് നമ്മൾ ടാപ്പ് ചെയ്തെടുക്കും, കാർഡ് വെച്ച് ടാപ്പ് ചെയ്തെടുക്കും. കിച്ചൺ ടിഷ്യൂ ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ 1 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെറുതായിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അപ്പം തന്നെ ആയിട്ടോ അത്യാവശ്യം ഒരു എമൗണ്ട്. പിന്നെ ഈ ഓറഞ്ച് ഞാൻ ഇവിടുന്ന് സ്ഥിരം മേടിക്കണേ. കഴിഞ്ഞ ദിവസം മീൻസ് ഒരു 2 വീക്സ് ബാക്ക്, 1 വീക്ക് ബാക്ക് നമ്മൾ വന്നപ്പോഴും അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൈരിൻ്റെ ചെറുത് ഞാൻ 50 സെൻറ്റ് മേടിക്കാറുണ്ട്. പക്ഷെ അതിൽ നല്ലത് ഈ ഒരു വലുത് മേടിക്കാം കേട്ടോ. ഇതിനും പുളിയുള്ള തൈര് തന്നെയായിരുന്നു. യോഗട്ട് നമ്മൾ മേടിക്കുമ്പോൾ ഫാറ്റ് ഉള്ളതും ഫാറ്റ് ഇല്ലാത്തതും കിട്ടും. ഞാൻ മേടിക്കാറ് ഫാറ്റ് ഉള്ളതാണ്. ഞാൻ അധികം വണ്ണമൊന്നുമില്ലല്ലോ, അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഫാറ്റ് ഉള്ളത്, കുറച്ച് വണ്ണൊക്കെ വെച്ചോട്ടെ എന്ന് വിചാരിച്ചാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മൾ ഫാറ്റൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കണം. ജിമ്മിലൊക്കെ പോയി അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിലാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വണ്ണം നമുക്ക് കിട്ടുള്ളൂ. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ എങ്ങനെയാണ്
തന്നെയാണ് വണ്ണം വെച്ചതെന്ന്. അതെങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഞാൻ വണ്ണം വെച്ചിട്ടൊന്നുമില്ല. അത് ചിലപ്പോൾ വീഡിയോയുടെ ഒരു ഇതിൽ കാണുമ്പോൾ തോന്നുന്നതായിരിക്കാം. നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ അത്ര വണ്ണമൊന്നുമില്ല. ഞാൻ ഭയങ്കര സ്ലിമ്മാണ്, ഭയങ്കര വെയിറ്റ് കുറവാണ്. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ചെറുതായിട്ടൊരു ഇച്ചിരി വെയിറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കറക്റ്റായിട്ട് 3 നേരം ഫുഡ് കഴിക്കും. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. ടെൻഷനൊക്കെ ഭയങ്കര കുറവാണ്, സ്ട്രെസ്സ് കുറവാണ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് എനിക്ക് പോസിറ്റീവായിട്ട് തരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. നെഗറ്റീവ്സ് ആയിട്ട് വരുന്ന ഒന്നും ഞാൻ സൈഡ് നോക്കാറില്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ചോക്ലേറ്റ്. ഇത് ഫുൾ വാൽനട്ടോട് കൂടിയിട്ടുള്ള ചോക്ലേറ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഉച്ചത്തേക്ക് ചോറിന് വേണ്ടിയിട്ട് കുറച്ച് കറി ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഞാനിവിടെ വേറെ പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് നാട്ടിൽ നിന്ന് ഉണക്കിറച്ചി ഉണക്കി കൊണ്ടുവന്നുണ്ടായിരുന്നു. അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതായത് പച്ചമുളക്, ചെറുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി, കുറച്ച് മുളക് പൊടിയും കുറച്ച് വറ്റൽമുളക് ചതച്ചതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഉണക്കി ഇറച്ചി ചതച്ചത് നുറുക്കിയിട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കും കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ കറി. പിന്നെ കുറച്ച് ക്യാബേജ് ഇരിപ്പുണ്ടായിരുന്നു, കുറച്ച് ദിവസമായി മേടിച്ചിട്ട്. അപ്പോൾ അതൊന്ന് ഒലത്തിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ക്യാബേജ് ഒലത്തുമ്പോൾ കൂടുതലും ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഉഴുന്നാണ് കേട്ടോ. എനിക്ക് ഉഴുന്നിട്ടിട്ട് ക്യാബേജ് ഒലത്താൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു യൂട്യൂബിലൊരു റെസിപ്പി കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കല്യാണത്തിനൊക്കെ സദ്യയുടെ കൂട്ടത്തിൽ ചില സ്ഥലത്ത് ഇതുപോലെ ഉഴുന്നിട്ടിട്ടാണ് കേട്ടോ ക്യാബേജ് കിട്ടുക. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉള്ളവരാണ് കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഈ മിക്സി എങ്ങനെയുണ്ടെന്ന്, ഈ ഒരു ബ്ലെൻഡർ എങ്ങനെയുണ്ടെന്ന്. ഇതിനകത്ത് അരി അരയ്ക്കാൻ ഭയങ്കര പാടാണ്. ഒരു കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു 2 പൾസേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് തന്നെ ഓഫാവും. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇത് ഓണാവും. ഓണാവും മീൻസ് നമ്മൾ ഓണാക്കുമ്പോൾ ഇത് ഓണാവും. അങ്ങനെ ഞാൻ ഒരു 2 മണിക്കൂർ ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് കുറച്ച് അരി ഞാൻ മാവ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു റീലിൽ കണ്ട പോലെ അത്ര എളുപ്പമൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ പൊടിക്കാൻ ഈ സാധനം, ചതയ്ക്കാനും പൊടിക്കാനും ഇത് നല്ല കിടിലൻ സാധനമാണ്. പിന്നെ അരി അരയ്ക്കാനാണ്, ജ്യൂസ് അരയ്ക്കാൻ കുഴപ്പമില്ല കേട്ടോ. ജ്യൂസ് അരയ്ക്കാൻ നല്ലതാണ്. ഞാനതിനകത്ത് ഇത് മുസമ്പി അരച്ച് വെക്കിയിട്ടുണ്ടായിരുന്നു, ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊള്ളാം. പക്ഷേ അരി അരയ്ക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഉഴുന്ന് നന്നായിട്ട് അരയുന്നുണ്ട്. അരിയാണ് തരിതരി പോലെ നിന്നത്. പക്ഷേ എനിക്കെന്നാലും ദോശയ്ക്ക് കുറച്ച് തരിതരി പോലെ നിന്നതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒറ്റ തവണ ഞാൻ അരി അരച്ചിട്ടുള്ളൂ. പിന്നെ ചതക്കുകയും പൊടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. കുരുമുളകൊക്കെ നല്ല പൊടി പോലെ ഫൈൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലതാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മാങ്ങ മേടിച്ചതായിരുന്നു, പക്ഷേ ഇത് നന്നായിട്ട് പഴുത്തു കേട്ടോ. ഇപ്പം ഞെങ്ങി തുടങ്ങി. കഴിഞ്ഞ ദിവസം വല്ലറ്റിക്ക് പോയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഇതായിട്ട് കണ്ടതാണ് കേട്ടോ. ഇങ്ങനെ അപ്പം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, ക്ലേ കൊണ്ട്. നല്ല രസമായിട്ടുണ്ടായിരുന്നു. വല്ലറ്റിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ചെറിയൊരു തണുപ്പ് വരും, പിന്നെ വെളുപ്പിന് ഒരു ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. പകലങ്ങനെ അത്ര വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ ഇവിടെ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തല്ല, പക്ഷേ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു, ടൈമൊക്കെ ചേഞ്ചായി. ഇപ്പോൾ നാട്ടിലും ഇവിടെയും തമ്മിൽ ഒരു 4.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.